വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം അല്ലേ. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നമ്മൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. 3ഉം 4ഉം പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം മുതലേ കയറി കാണണം. അഥവാ കയറി കാണാത്തവർക്ക് ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ നോട്ടുകൾ. കൃഷി രീതികൾ ഏതെല്ലാമാണ് കേട്ടോ. അതിനകത്തിൽ വെർട്ടിക്കൾച്ചർ എന്നാൽ എന്ത് എന്ന് ഞാനൊന്ന് കാണിക്കാം. അഥവാ ഇനി അതൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് കയറി കാണണം. സസ്യ പോഷകങ്ങൾ, പ്ലാന്റ് ന്യൂട്രിഷൻ ഉണ്ടോ. പിന്നെ അതിനകത്തിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട് കേട്ടോ. മാക്രോ എല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. മാക്രോയും മൈക്രോയും ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലിട്ടത് വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേ ഇൻ അഗ്രികൾച്ചർ. പൊതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് കണ്ടോ. ഒരു 3 പോയിന്റ്. കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ കണ്ടോ. അതിൻ്റെ 2. പിന്നെ നമ്മൾ കൃഷി ഒരു വിജയഗാഥ എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനം, സഹകരണ സംഘങ്ങൾ, കുടുംബാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷിഭവന്, അതായത് ഓൺലൈൻ സിസ്റ്റം, കോപ്പറേറ്റീവ്, അതെല്ലാം ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമിംഗ് മെമ്പേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അഗ്രികൾച്ചർ ഓഫീസ്, ഇതിൻ്റെ എല്ലാം ഉണ്ട്. ഇംഗ്ലീഷും മലയാളവും, മലയാളംകാർക്ക് മലയാളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത നോട്ട് പതുക്കെ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ കാണാം. പൊതുവഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ കർഷകരെ പ്രേരിപ്പിച്ച്, പുതിയതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേ ഇൻ അഗ്രികൾച്ചർ. അത് നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചതാണ്. എന്നാലും അതിനകത്ത് ഈ 1-2 പോയിന്റും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ സ്ഥലപരിമിതി മറികടക്കാൻ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനകത്തിൽ. മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ ടു ഓവർകം ലാക്ക് ഓഫ് സ്പേസ് കണ്ടോ. ഏതൊക്കെയാണ് മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ടോ. നിങ്ങളെ എല്ലാ അർത്ഥം മനസ്സിലാക്കി പഠിക്കണേ. വെർട്ടിക്കൽ ഫാമിംഗ് എന്നാൽ എന്തോ ഒരു മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെ ഒറ്റ വരി എഴുതിയാൽ മതി. പിന്നെ നമ്മൾ ഫെർട്ടിഗേഷൻസ് ഫോർ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടിക്കായിട്ടുള്ള വളപ്രയോഗത്തെക്കുറിച്ച്. അത് സസ്യ പോഷകങ്ങൾ, പ്ലാന്റ് ന്യൂട്രീഷനെ 2ആയിട്ട് നമ്മൾ പറഞ്ഞു. മാക്രോ എന്നും മൈക്രോ എന്നും. മാക്രോ എന്താണ്, മൈക്രോ എന്താണെന്നൊക്കെ നമ്മൾ ഇതൊക്കെ നല്ല വിശദമായിട്ട് നമ്മൾ ഓരോ പാർട്ടിലും ഇട്ടതാണ് കേട്ടോ. ഇനി വളപ്രയോഗത്തെക്കുറിച്ചാണ്. ഫെർട്ടിഗേഷൻസ് ഈസ് ഡൺ ടു എൻഷുർ ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ ക്രോപ്പ് ടു ഗ്രോ. വളപ്രയോഗത്തിലൂടെ വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താം അല്ലേ. അതുപോലെ തന്നെ മണ്ണിൽ കലർത്തിയതോ വെള്ളത്തിൽ കലർത്തിയ സ്പ്രേ ചെയ്തോ നമുക്ക് വളപ്രയോഗം ചെയ്യാം. വളപ്രയോഗത്തെക്കുറിച്ചാണ്. വളം ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. പിന്നെ വളമിടുമ്പോൾ ജലസാന്നിധ്യം ഉറപ്പുവരുത്തണം. വളമിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും യൂറിയോ ഏതെങ്കിലും ഒരു വളം നമ്മൾ കൊണ്ടിട്ടിട്ടെങ്കിൽ പോരുമല്ല, അതിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ അത് അന്നേരം അത് നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഒരു 3 പോയിന്റ്, വളപ്രയോഗത്തിൻ്റെ 3 പോയിന്റ് ഉണ്ട്. വളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ പോയിന്റുകൾ. ഇനി ഈ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളങ്ങൾ പല വിധമുണ്ട്. ഒന്ന് ജൈവവളം അല്ലേ, ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട് കണ്ടോ, അതിൻ്റെ നോട്ടുണ്ട്. പിന്നെ ബയോ അല്ലെങ്കിൽ മൈക്രോ ബയോ ഫെർട്ടിലൈസർ ഉണ്ട്. ജീവാണുവളമുണ്ട് കേട്ടോ ഉണ്ട്, അതിൻ്റെ നോട്ടുണ്ട്. ഞാനിത് കാരണം 1ഉം 2ഉം 3ഉം ഒക്കെ പാർട്ട് ഇട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ വായിച്ചങ്ങ് പോകുന്നത്. കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കയറി കാണണം കേട്ടോ. ഇനി ആർട്ടിഫിഷ്യൽ ആർക്ക് മെനക്കെടാൻ വയ്യോ നിങ്ങളെ, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതെല്ലാം കിട്ടിയല്ലോ, ഇതങ്ങ് എഴുതിയെടുക്കാവുന്നല്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇരുത്തി ഒന്നാമത്തെ പാർട്ട് കണ്ട് അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം 2ാമത്തെ പാർട്ട് കാണിക്കാൻ. കാരണം അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം 2ാമത്തെ. നമ്മൾ മിക്കവാറും ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഉള്ളതങ്ങ് എഴുതിയെടുക്കാം. ഇത് മതി, ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ കാണുന്നത് അങ്ങനെ വിചാരിക്കരുത്. കാരണം അതിനകത്തിൽ മൊത്തം എക്സ്പ്ലനേഷനും എന്തുവാ ഇത് ചുമ്മാ ഞാൻ നോട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ ഓരോ പാർട്ടിനകത്തിലും വിശദമായിട്ട് ഓരോന്നിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി വേണം പഠിക്കാൻ. അത് എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. കാരണം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, പുതിയ ടെസ്റ്റാണ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആയിരിക്കും. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഏത് വിധത്തിൽ ചോദിച്ചാലും നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പം നോക്കിയോ, ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്തുവാ, പക്ഷെ അതെങ്ങനെയാണ് ചോദിക്കുന്നത്, അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങൾ ഓരോ പാർട്ട് എടുത്ത് കാണുമ്പോഴും അത് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. വെറുതെ ആർക്കോ വേണ്ടി പഠിക്കരുത് കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടി വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ. അപ്പം അതായത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ കൃത്രിമമായിട്ടുണ്ടാകുന്ന രാസവളങ്ങളാണ്. ഏതെങ്കിലും ഒരു 3 പേര് പഠിച്ചു വെച്ചേക്കണം. യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് കേട്ടോ. ഇതെല്ലാം കൃത്രിമ വളങ്ങളാണ്. എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയും, എന്നാൽ മണ്ണിൽ ഇത് ദോഷകരവുമാണ്. അതുപോലെ തന്നെ നാനോ ഫെർട്ടിലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇത് സിന്തറ്റിക് ഫെർട്ടിലൈസർ ആണ്. കണ്ടെയ്നിങ് നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്, ഇതെല്ലാം
ജലമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബയോ ഫെർട്ടിലൈസർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ജൈവവളവും കൃത്രിമ വളവും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റിന് ഒരു മാർക്ക് വെച്ചാണ്. ജൈവവളം എന്ന് വെച്ചാൽ ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലേ, അതിന് ചിലവ് കുറവാണ്. മറ്റേതോ മോർ എക്സ്പെൻസീവ്, ചിലവ് കൂടുതലാണ്. എൻഹാൻസസ് വാട്ടർ റിറ്റൻഷൻ, ജലം അതിൽ നിലനിൽക്കുന്നുണ്ട്. സോയിൽ ബിക്കം ഡ്രൈ, പക്ഷേ മണ്ണിലെ ഈർപ്പം ഇല്ലാതാകുന്നു. ഈ കൃത്രിമ വളം ഇടുമ്പം മണ്ണിലെ ഈർപ്പം ഇല്ലാതാകുന്നു. പ്രൊമോട്ട് മൈക്രോബിയൽ റീപ്രൊഡക്ഷൻ, സൂക്ഷ്മാണുക്കളെ നിലനിർത്തുന്നു. മറ്റേത് സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നു. ലിവിങ് ക്രിയേച്ചർ, പ്രകൃതിദത്തമാണ്. മറ്റേതോ സിന്തറ്റിക് ആണ്, കൃത്രിമമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ പറയുന്നത്. 8 എണ്ണം. അടുത്ത 9ാമത്തത് ലീഫ് കളർ ചാർട്ട്. അതാ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നാടൻ ഇനങ്ങൾ, ഇത് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. ലീഫ് കളർ ചാർട്ട് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റിൽ കേട്ടോ. ഇനി നാടൻ ഇനങ്ങളുണ്ട്, ലോക്കൽ വെറൈറ്റീസുകൾ അല്ലേ. നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നതായിരിക്കും. ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ എതിരെ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നാടൻ ഇനങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതൊക്കെയാണ് നാടൻ ഇനങ്ങളുടെ. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്. ഇതിൻ്റെ എല്ലാം നല്ലപോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങളെ മലയാളം ഉണ്ട് കേട്ടോ. പിന്നെ ഫോർ ബെറ്റർ ഈൽഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് 6 പേര്. എന്താണ് ഗ്രാഫ്റ്റിങ്, എന്താണ് ബഡ്ഡിങ്, എന്താണ് ലെയറിങ്. ഇത് 3 നമ്മൾ കഴിഞ്ഞ വർഷത്തെ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിൻ്റെ എല്ലാം അതുകൊണ്ട് ഓരോ പോയിന്റുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഓരോ വരി വീതം. കാരണം എന്താണെന്ന് നമുക്ക് അറിയാം കേട്ടോ. ഇത് മലയാളവും ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ ഓക്കെ ആണല്ലോ. അടുത്തത് GM വിളകൾ എന്നാൽ എന്ത് അല്ലേ. GM വിളകൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് GM വിളകൾ കേട്ടോ. ഇത് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകൾ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, മലയാളവും ഉണ്ട്, അതിൻ്റെ എക്സാമ്പിളും ഉണ്ട്. കാണാൻ പറ്റുമല്ലോ GM വിളകൾ. ഓക്കെ. അടുത്ത എന്താണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ അല്ലേ. അപ്പോൾ അത് നോക്കിയേ, അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതായതുകൊണ്ട് കേട്ടോ. ഇനി എന്താണ് ഈ ഹരിതഗൃഹം എന്നാൽ എന്ത്. നമ്മുടെ ടെസ്റ്റിൽ ആ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് എന്താണെന്ന് കേട്ടോ. ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹം കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ നിങ്ങൾ. കാരണം ഇത് ഓരോ പോയിൻ്റായിട്ട് എഴുതിയെടുത്ത് പഠിക്കാമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കൃഷി രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഇറിഗേഷനെ കുറിച്ചാണ് അല്ലേ. എങ്ങനെയൊക്കെയാണ് ജലസേചനം. നമ്മൾ എന്തെങ്കിലും ഒരു നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 നടന്ന പോലല്ല, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തു എടുത്തിട്ട് അതിനകത്തിൽ കൃഷി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ജലസേചന രീതി. ഫസ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ തുള്ളി നന എന്നാണ് അതിൻ്റെ മലയാളം. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ തുള്ളി നന. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും നണ്ട കിടപ്പുണ്ട്. സമാധാനത്തെ ഇരുന്ന് എഴുതിയെടുത്ത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഡ്രിപ്പ് ഇറിഗേഷൻ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെയാണ് വിക്ക്. WICK ആണ് വിക്ക് ഇറിഗേഷൻ, തിരിനന അല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വിക്ക് ഇറിഗേഷൻ അതായത് പരുത്തി തുണി കൊണ്ടുള്ള പരുത്തിയുടെ നമ്മുടെ വിളക്കുതിരി ഇല്ലേ കുഞ്ഞുങ്ങളെ, അതേപോലത്തെ കറക്റ്റ് പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സുകളിൽ നിന്ന് ചെടിയുടെ പടലത്തിൻ്റെ സഹായത്തിലേക്ക് ജലം നേരിട്ട് എത്തിക്കുന്ന രീതിയാണ് നമ്മൾ വിക്ക് ഇറിഗേഷനിലെ തിരുനന. അതുപോലെ തന്നെയാണ് പുതയിടൽ എന്ന് പറയുന്നത്. പുതയിടൽ. മൾച്ചിങ് എന്താണ് പുതയിടൽ. അത് ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളെ മണ്ണിലെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണിത് കേട്ടോ. മൾച്ചിങ് വായിക്കാനൊക്കെ അറിയാമല്ലോ. ഇതെല്ലാം നമ്മൾ ഇട്ടതാണ്. അഥവാ ഡൗട്ട് വല്ലതും ഉള്ളവർ അതെടുത്ത് കാണണം. ഞാനിന്ന് സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ കീടനിയന്ത്രണത്തിനെ കുറിച്ച്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് 3-4 രീതിയിൽ പറഞ്ഞു. ഏതൊക്കെയാണ്? 1ാമത്തത് ഡ്രിപ്പ് ഇറിഗേഷൻ, 2 വിക്ക് ഇറിഗേഷൻ, 3 മൾച്ചിങ്. 3 രീതികളുടെയൊക്കെ പേര് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് കീടങ്ങളെ എങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കൃഷി നടത്തുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കീടങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് കുഞ്ഞുങ്ങളെ ഈ പാഠത്തിൽ. അപ്പോൾ കീടനിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണ് നമ്മുടെ പ്രദേശത്തുള്ളത്. നമ്മുടെ നാടൻ അല്ലേ, നാടൻ കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. പോഡ് ബോറർ, കായതുരപ്പൻ, ബോറർ എന്നാട്ടോ. POD പോട്ട് ബോറർ, BORER, പയറിലൊക്കെ വന്നിരിക്കുന്നതാണിത്. ലീഫ് റോളിംഗ് കാറ്റർപില്ലർ അല്ലെ ഒക്ര. ഈ വെണ്ടയുണ്ടല്ലോ, വെണ്ടയ്ക്കകത്ത് കാണപ്പെടുന്ന ഒരു തരം പുഴുവുണ്ട്, ഇലചുരുട്ടി പുഴു. അത് ഇലക്കകത്തിലൊക്കെ അറിയാം. വെണ്ടയ്ക്ക ഒക്ര എന്നാണ് ഈ വെണ്ടയ്ക്കയ്ക്ക് പറയുന്നത് കേട്ടോ. ലേഡീസ് ഫിംഗർ, ഒക്ര. സ്റ്റെം ബോറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുതുരപ്പൻ, വഴുതനങ്ങയിൽ കേട്ടോ.
തണ്ടുതുരപ്പൻ, വഴുതനങ്ങ. ഇനി ഈ കീടങ്ങളെ നിയന്ത്രിക്കുവാൻ കർഷകർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം? ഇനി അവിടെ മുതലാണ് നമുക്ക് അടുത്ത പാർട്ടിൽ. ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഇതുവരെ ഇട്ടതാ കുഞ്ഞുങ്ങളെ, അത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് സംയോജിത കീടനിയന്ത്രണത്തിനെ കുറിച്ചാണ്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാകുന്ന കുറേ കീടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മുടെ സംയോജിത കീടനിയന്ത്രണം, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സംഭവം എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഇതിൻ്റെ നോട്ട് എഴുതിയിട്ടില്ല, കാരണം ഇത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അതുകൊണ്ട് അത് റഫായിട്ട് ഇനിയും പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് കീടനിയന്ത്രണത്തിൻ്റെ വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിൽ ഉണ്ടെന്നറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാത്ത തരത്തിൽ അവയുടെ പെരുകൽ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നല്ലപോലെ വായിക്കണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. അതായത് നിങ്ങൾക്ക് ഇവിടെ മുതലായി വേണ്ടുന്നത് പരിസ്ഥിതിക്കും കേട്ടോ. ഏതൊക്കെയാ? പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ കേട്ടോ. അവിടെ മുതലാണ് കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം നടത്തുന്നത് കേട്ടോ. അത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. അതൊക്കെ ഒന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അത് കാണാതെ പഠിക്കാത്തക്കതായിട്ടൊന്നുമില്ല. ഇനി നമ്മൾ പഠിക്കേണ്ടത് സംയോജിത കൃഷിയാണ്. നിങ്ങളെ സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നാൽ എന്താ നോക്കിക്കേ. അവിടെ ഒരു പിക്ചർ കൊടുത്തേക്കുന്ന കണ്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലാക്കാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. അവിടെ ഓരോന്ന് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. താറാവിനെ വളർത്തുന്നു, കന്നുകാലികളുണ്ട്, മീനുണ്ട്, കോഴിയുണ്ട് അല്ലേ. ഇതൊക്കെയുണ്ട്. നോക്കിയേ. സസ്യപരിപാലനം മാത്രമാണോ ഈ കൃഷി? സസ്യങ്ങളെ പരിപാലിക്കുന്നത് മാത്രമാണോ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല. ചിലർ മീൻ വളർത്തലുണ്ട് അല്ലേ, ചിലർ മൃഗങ്ങളെ വളർത്തുന്നതുണ്ട്, ചിലർ ഇതൊക്കെ ഇതൊക്കെ കൃഷി തന്നെയാണ്. നമ്മൾ ഈ പ്ലാന്റ്സുകൾ മാത്രം തരുന്നതിനെ പൊതുവേ നമ്മൾ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, ബാക്കി ഈ പടത്തിൽ കാണുന്ന എല്ലാം കൃഷി എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിന്, ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും കൂടി ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയോജിത കൃഷി എന്ന് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതൊറ്റ വരി എഴുതിയാൽ മതി. കുഞ്ഞുങ്ങളെ? വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൃഷിയിടം സന്ദർശിച്ചും ചുവടെ നൽകിയിട്ടുള്ള ചിത്രം 7.4 സൂചകങ്ങളുടെ സഹായത്താൽ വിശകലനം ചെയ്തും ഒരു സംയോജിത കൃഷിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ വീട്ടിലോ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഫാമിംഗ് ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ഈ ചിലർ മീൻ വളർത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ. കളറിലെ മീനുകളൊക്കെ കൊണ്ടിട്ട് വളർത്തുന്നുണ്ട്. കോഴി ഫാം ഉള്ളവരുണ്ട്. പെറ്റ്സുകളുടെ അല്ലേ, എന്ന് വെച്ചാൽ ലവ് ബേഡ്സുകളെയൊക്കെ വളർത്തുന്ന ഓരോരുത്തരും നമ്മൾ ഈ കാണുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ. എന്തെങ്കിലും ഈ തരത്തിലുള്ള കൃഷി രീതികൾ, കോഴി ഫാം ഉള്ളവരോ അല്ലെങ്കിൽ പശുവിൻ്റെ ഫാം ഉള്ളവരോ അതുപോലെ തന്നെ ഇതുപോലെ അല്ലാതുള്ള കൃഷിയുടെ ഫാം ഉള്ളവരോ മീൻ വളർത്തലുള്ളവരോ കേട്ടോ, എന്തുണ്ടെങ്കിലും ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ആർക്കൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? സംയോജിത കൃഷി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതാണ്ട് ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതാണ്ട് നോക്കൂ കുഞ്ഞുങ്ങളെ. സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അഗ്രികൾച്ചർ അല്ലേ, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ്. ഈ പടം നിങ്ങൾക്ക് എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഈ പടം തന്നെ വരച്ചു വെച്ചാൽ മതി. നോക്കിയേ, നമ്മൾ ഈ പശുക്കളെ വളർത്തുന്നു അല്ലേ, കന്നുകാലികളെ വളർത്തുന്നു അല്ലെ, റിയറിങ് ഓഫ് കാലി വളർത്തൽ.
കലിയല്ലേ, കാലി വളർത്തലാണ് റിയറിങ് ഓഫ് കാറ്റിൽ അല്ലേ. ഇതിനെ വളർത്തുന്നത് മൂലം ഇതിൻ്റെ ചാണകം കിട്ടുമല്ലോ കുഞ്ഞുങ്ങളെ. പശു ഉണ്ടെങ്കിൽ അതിന് ചാണകം കിട്ടും. ആ ചാണകം നമുക്ക് എന്തിനിടാം? പച്ചക്കറിക്ക് ഉപയോഗിക്കാം അല്ലേ. ഉപയോഗിക്കരുതോ? മനസ്സിലായോ? പശുവിനെ വളർത്തുന്നത് കൊണ്ട് അതിൻ്റെ ചാണകം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഉപയോഗിക്കാം അല്ലേ. അതുപോലെ തിരിച്ചുവോ ഈ പച്ചക്കറി അല്ലേ, ഇവിടെ ഓരോന്നിന് പറ്റുമെന്നാണ്. ഇവിടെ നോക്കിയേ, കോഴി വളർത്തൽ. ഈ കോഴിയെ വളർത്തുന്നത് കൊണ്ട് നോക്കിയേ, ഈ നെല്ലിന് ഈ കോഴിയുടെ കോഴി കാഷ്ടമൊക്കെ ഈ നെല്ലിന് വളമായിട്ടിടാം. അതുപോലെ തന്നെ ഈ നെല്ല് തിരിച്ചും കോഴികൾക്ക് ആഹാരമായിട്ട് കഴിക്കാം, തിരിച്ചും ഉപയോഗപ്രദമാണ് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ കോഴിയെ വളർത്തുന്നതുകൊണ്ട് കോഴികളുടെ വളം അല്ലേ, അതായത് അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പച്ചക്കറിക്കൊക്കെ ഇടാം. അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലേ, അത് തന്നെ അവിടെ നടക്കുന്നത്. അങ്ങോട്ടല്ല, കോഴിയുടെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കുന്നു, പശുവിൻ്റെ കൊടുക്കുമ്പോൾ പശു എന്ത് ചെയ്യുന്നു, നെല്ലിന് നമ്മൾ ചാണകം നെല്ലിന് അങ്ങോട്ട് കൊണ്ടിടുമ്പോൾ ഈ നെല്ല് എടുത്തിട്ട് അതിൻ്റെ കച്ചി അല്ലേ, കച്ചി എടുത്ത് പശുവിന് കൊടുക്കുന്നു. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുള്ളത്. അങ്ങനെ അങ്ങോട്ട് ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? സംയോജിത കൃഷി എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വെച്ചാൽ ആ ഒരൊറ്റ വരി ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അതുപോലെയാണ് നോക്കൂ കുഞ്ഞുങ്ങളെ, സ്മാർട്ട് ഫാമിംഗ്. എന്താണ് ഈ സ്മാർട്ട് ഫാമിംഗ്? ആധുനിക സാങ്കേതിക വിദ്യകൾ. സ്മാർട്ട് ഫാമിംഗ് എന്ന് വെച്ചാൽ നോക്കിയേ, സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസ് ഇൻ അഗ്രികൾച്ചർ. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിങ്. ഇംഗ്ലീഷും മലയാളവും കണ്ടോ? കുഞ്ഞുങ്ങളെ, ഇപ്പോഴത്തെ ഇപ്പം എല്ലാം അല്ലേ, ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിടങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു യുവ കർഷകൻ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ബോക്സ് കണ്ടോ കുഞ്ഞുങ്ങളെ? എറണാകുളത്താണ്. IT മേഖലയിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തൻ്റെ കൃഷിരീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ആ ബോക്സ് ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, ആ ബോക്സിനകത്തിൽ ഒരു യുവ കർഷകൻ ശ്രദ്ധേയമാകുന്നു. അദ്ദേഹത്തിന് എന്തോ നല്ല ശമ്പളമുള്ള IT മേഖലയിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കളഞ്ഞിട്ട് കൃഷിയിൽ ഏർപ്പെട്ടു അല്ലേ. ഇന്നത്തെ കാലത്ത് ആർക്കും കൃഷി ചെയ്യാൻ വയ്യ അല്ലേ, കയ്യിലും കാലിലും മണ്ണ് പറ്റുന്നതുകൊണ്ട് ആർക്കും കൃഷി ചെയ്യാൻ വയ്യ അല്ലേ. എൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു. ഞങ്ങൾക്ക് വെറ്റക്കൊടിയൊക്കെ ഉണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു, വെറ്റക്കൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ശനിയാഴ്ചകളിൽ ആ വെറ്റയൊക്കെ പറിക്കാൻ പോകുന്നതും ഒക്കെ ഇപ്പം ഓർമ്മ വരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞായറാഴ്ച വെളുപ്പിനെയാണ് ഈ വെറ്റ ചന്ത വരുന്നത്. അപ്പോൾ അന്ന് ചന്തയെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ശനിയാഴ്ച ദിവസവും വെറ്റ പറിച്ച്. അപ്പം അദ്ദേഹം ഒരു കർഷകനായിരുന്നു. കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. അപ്പം കൃഷി എന്ന് പറയുന്നത് അത്ര മോശം ജോലിയൊന്നുമല്ല, നല്ല കഷ്ടപ്പെടണം. അതുപോലെ കഷ്ടപ്പെട്ടാൽ നമുക്കതുപോലെ വരുമാനം കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പം യുവ കർഷകൻ ശ്രദ്ധേയനാകുന്നു. അപ്പോൾ ആ പറയുന്നതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ല. സ്മാർട്ട് ഫാമിങ് നോക്കൂ നിങ്ങളെ, അതിലൊന്നാമത്തെ നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മലയാളമായി കൊടുത്തേക്കുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധി, AI ആർട്ടിഫിഷ്യൽ. എന്തോ ഈ AI എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിളകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ. ഇപ്പം നമ്മൾ വയലിലും ഒക്കെ പോയി ഫോട്ടോ എടുക്കുമല്ലോ അല്ലേ. ഇപ്പം പോയി നല്ലപോലെ നെല്ല് ഫുൾ എല്ലായിടും ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കും. ഉള്ളതിലേക്ക് നല്ല ക്യാമറ കൊണ്ടുപോയി അല്ലേ. AI വിളകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധി അതായത് AI അല്ലേ ബുദ്ധിയുടെ സഹായത്തോടെ പ്രശ്നപരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്താമെന്നാണ് പറയുന്നത്. നിങ്ങളെ AI എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്മാർട്ട് ഫാമിങ്ങിൽ വിളകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ. വിളകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടുന്നതെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ അല്ലേ. എന്നിട്ട് അവയുടെ വിവരങ്ങൾ എന്നിവ പങ്കുവെച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ എന്ന് വെച്ചാൽ AIയുടെ സഹായത്താൽ പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്താം.
അത് ഞാൻ നോട്ട് എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, കാരണം ഓൾറെഡി എല്ലാം ഇത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എന്തോ ചെയ്യാനാണ്, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്, മലയാളംകാർക്ക് മലയാളത്തിലും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതിയിട്ടില്ല. അതുപോലെ എൻ്റെ IoT, ഈ IoT എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസറുകളുടെ സഹായത്താൽ, സെൻസർ അറിയാമോ? അതിൻ്റെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നതിനെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ നിങ്ങളെ? സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത കേട്ടോ, ഫലഭൂയിഷ്ഠത, അതുപോലെ തന്നെ കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. ഇനി ഹൈഡ്രോപോണിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഫസ്റ്റിൽ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് ഒക്കെ, അതായത് പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതിനാണ് ഹൈഡ്രോപോണിക്സ്. നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? എയറോപോണിക്സ് എന്തുമായിരുന്നു? വെള്ളം ഒന്നും ആവശ്യമില്ല അല്ലേ, നമ്മൾ പൂച്ചട്ടിക്കകത്തിൽ മേളിലെല്ലാം കെട്ടി തൂക്കിയിടുമല്ലോ അല്ലേ. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്കും ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നു. നമ്മൾ ഈ സ്പ്രേ അടിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കത്തില്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ലേ കുഞ്ഞില്ലേ, അത് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. നമ്മളൊരു ചട്ടി, ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നാമത്തേലും രണ്ടാമത്തേലൊക്കെ പറഞ്ഞ അല്ലേ. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകഘടകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാകുന്നതിനെയാണ് എയറോപോണിക്സ്. അപ്പോൾ സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ചാണ് നിങ്ങളെ പറയുന്നത്. സ്മാർട്ട് ഫാമിംഗ് എന്ന് വെച്ചാൽ ആധുനിക AI ആണ് അല്ലേ. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിനെ 4 വിധത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് AI ആണ്. എയുടെ മലയാളം എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധി എന്നാണ് കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, എയറോപോണിക്സ് ഉണ്ട്. ഈ ഹൈഡ്രോയും എയറോയും നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ലിങ്കിലൊക്കെ പറഞ്ഞതാണ്. കാരണം ആദ്യത്തേലൊക്കെ വെർട്ടിക്കൾച്ചറൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾ? അതിനെക്കുറിച്ചൊക്കെ കേട്ടോ, വെർട്ടിക്കൽ ഫാമിംഗ് അല്ലേ, അതിനകത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സെൻസറുകളുടെ വെച്ചാൽ ഇതെല്ലാം എത്ര വെള്ളമുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് അല്ലേ. ഇനി അടുത്ത വിപണനം, മാർക്കറ്റിംഗ് എന്നാൽ എന്താണ്? അപ്പോൾ ഇത് ഞാൻ നോട്ട് എഴുതിയിട്ടില്ലേ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ പഠിച്ചോണേ കേട്ടോ, മനസ്സിലാക്കി പഠിക്കണേ. വിപണനം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്, അതും ഓൾറെഡി ഇതിനകത്തിൽ തന്നിട്ടുണ്ട്. അതിനകത്തിൽ പ്രത്യേകിച്ചായിട്ട് പഠിക്കാനൊന്നുമില്ല. എന്താണെന്ന് പറയട്ടെ, കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ? ഈ കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ അല്ലേ വിൽക്കാനും വാങ്ങാനും സൗകര്യം ഉണ്ടല്ലോ നിങ്ങളെ. അങ്ങനെ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ഈ കാലഘട്ടത്തിൽ കാർഷിക ഉൽപ്പന്ന വിപണനവും സ്മാർട്ട് ആവേണ്ടതല്ലേ? വിത്തിറക്കുന്നത് മുതൽ അല്ലേ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാൻ ആവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ലൈവ് കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം ഞാൻ കുറച്ച് വസ്തു എടുത്തിട്ട് അതിനകത്തിൽ വിളകൾ നടുന്നു, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പറയുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നു എൻ്റെ വിത്തിനങ്ങൾ ഞാൻ വയലിൽ നട്ട കൃഷി വിത്തിനങ്ങൾ ഇത്രയും വളർന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിക്കുന്നു ഇങ്ങനെ. അപ്പം ലൈവായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലേ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ അവർക്കറിയാം. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാന്നൊക്കെയല്ല ഇല്ല, ഇന്നെല്ലാം അങ്ങനെ ഇല്ലയോ നിങ്ങളെ. വിത്തിറക്കുന്നത് മുതൽ ആ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപഭോക്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ് അല്ലേ. കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. ഇനി ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും മൂട്ടിപ്പോയി എടുക്കാറില്ല അല്ലേ. AI ക്യാമറകളും ഡ്രോണുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോരുത്തരെയും കാണിക്കാൻ പറ്റുമെന്ന്. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി, എന്താ ഈ ഭൗമസൂചിക പദവി? അത് നമ്മൾ അടുത്ത പേജിൽ പഠിക്കും. ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. കുറേയൊക്കെ മനസ്സിലായോ നിങ്ങളെ? അതിനകത്തിൽ നമ്മൾ ഈ വിൽപ്പന ഇപ്പം AI വന്നതോടെ സാധനങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ നോട്ട് എഴുതിയില്ല, കാരണം ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാൻ വേണ്ടിയൊന്നുമില്ല. അടുത്ത നോക്കുഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഭൗമസൂചിക പദവി അല്ലേ, അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരള കശുവണ്ടിക്ക്
ഭൗമ സൂചിക പദവിക്ക് ശ്രമം അല്ലെ. കൊല്ലത്താണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി. കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് പദവി അംഗീകരിക്കേണ്ടതെന്ന്. അപ്പം അതൊരു ബോക്സിൽ എഴുതിയ കാര്യങ്ങളാണ്. നമുക്ക് നോക്കിയേ, പത്രവാർത്ത ശ്രദ്ധിച്ചില്ലേ? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷകഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നു. ഈ ഭൗമസൂചിക പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഓരോ സ്ഥലത്തും ചില കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും അല്ലേ. അത് നല്ല ഇവിടെ ഉദാഹരണങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അവർ. ഭൗമസൂചിക പദവി ലഭിച്ച ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. നമ്മൾ പറയും പാലക്കാടൻ മട്ടയേരി. നമ്മൾ ഈ ഭൗമസൂചിക പദവി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. പാലക്കാടൻ മട്ടയേരി എന്ന് പറയും, കണ്ടോ. അപ്പോൾ പാലക്കാടിന് മാത്രം കാണപ്പെടുന്ന ഒരു തരം അരിയ അല്ലേ പാലക്കാടൻ അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ കൊണ്ടുവന്ന് നമ്മളിവിടെ അത് ചെയ്യണം. ആ അരിക്കൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ മലബാർ കുരുമുളക്. അതെ, മലബാർ കുരുമുളക് എന്ന് വെച്ചാൽ വലിയ നമ്മുടെ സാധാരണ കുരുമുളകിൽ നിന്നും വലുതായിരിക്കും, കണ്ടോ. ഇനി കുറ്റ്യാട്ടൂർ നോക്കുക, കുറ്റ്യാട്ടൂർ മാങ്ങ നോക്കിയാ മാങ്ങ, കുറ്റ്യാട്ടൂർ മാങ്ങ. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി. സലാഡ് വെള്ളരി, നമ്മൾ പൊട്ടുവെള്ളരി അറിയാമോ? അത് കണ്ടോ പൊട്ടുവെള്ളരി, നല്ല ചവയ്ക്കുമ്പോൾ നല്ല കിർക്ക് കിർക്ക് കിർക്കെന്ന് കേൾക്കുന്നത് കേട്ടോ അല്ലേ. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി. അതിന് തിരൂർ വെറ്റില, ഇതൊക്കെ ഫേമസ് ആവാൻ കാര്യം അവിടെ ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന നല്ല ഇനം പിന്നെ പ്ലാന്റ്സുകളാണ് ഈ പറയുന്ന വെറ്റിലയും ഇതൊക്കെ കേട്ടോ. നല്ല രീതിയിലുണ്ട്. അതിനെ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഭൗമസൂചിക പദവി എന്ന് പറയുന്നത്. അവർക്ക് GI മാർക്ക് കൊടുക്കും, അംഗീകാരം കൊടുക്കും. ഇന്ന സാധനങ്ങൾക്ക് ഇന്ന നല്ലതാണെന്നും പറഞ്ഞ് ഓരോ ഇത് കൊടുക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ ബോക്സിൽ കൊടുത്തത് നമ്മുടെ കൊല്ലത്തെ കശുവണ്ടിക്ക് കേരള കശുവണ്ടിയിൽ ഏറ്റവും നല്ല കശുവണ്ടിയാന്നുള്ള ഇത് കൊടുത്തെന്നും പറഞ്ഞാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? എന്താണ് ഈ ഭൗമസൂചിക പദവി എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തെയും ഉൽപ്പന്നങ്ങൾക്ക് അല്ലെ പ്രൊഡക്റ്റുകൾക്ക് ഫേമസ് ആയിട്ട് വരുന്നത് അല്ലേ. ഇപ്പം മാങ്ങ, മൽഗോവ മാങ്ങ, മാമ്പഴം മൽഗോവ മാമ്പഴം അല്ലേ, സേലത്ത മാമ്പഴം ഇല്ലേ എന്നൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ പ്രൊഡക്റ്റ്. പിന്നെ ഓരോ അൽവയുണ്ടല്ലോ, അലുവയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെയാ കോഴിക്കോടൻ അലുവയുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കൊല്ലത്തെ കശുവണ്ടിയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലെ ചക്ക അല്ലേ, ചില സ്ഥലങ്ങളിലെ മാങ്ങ. ഇപ്പം നമ്മൾ വെറ്റിലയെക്കുറിച്ച് പറഞ്ഞു, തിരൂർ വെറ്റില, അത് നല്ല വലിപ്പമുള്ളതും നല്ല വെറ്റിലയായിരിക്കും കേട്ടോ. അപ്പം കൃഷിയിലെ വൈവിധ്യം നോക്കിയാൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ ഈ കൃഷി? ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കുഞ്ഞുങ്ങളെ കൃഷി? അല്ല. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു എന്തൊക്കെയായി കൃഷി മുമ്പ് പറഞ്ഞതാ അല്ലേ. വാഴയിലെ കൃഷിയുണ്ട്, ഉദ്യാന കൃഷിയുണ്ട് എന്ന് വെച്ചാൽ പൂന്തോട്ടം, ഹോർട്ടിക്കൾച്ചർ, പൂന്തോട്ടം അല്ലേ. പക്ഷി വളർത്തലുണ്ട്, പോൾട്രി ഫാമിംഗ് ഉണ്ട്. പിന്നെ ഔഷധ കൃഷിയുണ്ട് അല്ലേ. നോക്കിക്കേ, കറ്റാർ വാഴയാണെന്ന് തോന്നുന്നു അല്ലേ. മെഡിസിനൽ പ്ലാന്റ്സ്. പിന്നെ വെറ്റില കൃഷിയുണ്ട്, ബീറ്റൽ കൾച്ചർ. പുഷ്പകൃഷിയുണ്ട്, ഫ്ലോറികൾച്ചർ, പുഷ്പങ്ങളുടെ അല്ലേ. പിന്നെ അലങ്കാര മത്സ്യകൃഷിയുണ്ട്, ഓർണമെൻ്റൽ ഫിഷ് ഫാമിങ്, നമ്മുടെ അക്വേറിയല്ലേ അത്, അലങ്കാര മത്സ്യകൃഷിയുണ്ട്. പിന്നെ ഓമന മൃഗങ്ങളെ വളർത്തുന്നത്, റേസിംഗ് പെറ്റ് അല്ലേ, പെറ്റ് ഷോപ്പൊക്കെ ഇല്ലേ അതിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കളെയും നമ്മൾ കുഞ്ഞുങ്ങളെ കൃഷി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? കർഷകർക്കായിട്ട് ഇനി മൊബൈൽ ആപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് എന്തെങ്കിലും വസ്തുക്കൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് അറിയിക്കാൻ വേണ്ടി, അതായത് കാലാവസ്ഥയിലുള്ള മുന്നറിയിപ്പുകൾ, ഇത് പോയിൻ്റായിട്ട് എഴുതണം കേട്ടോ. ഞാനിത് അതിനെ വരച്ചിട്ടത് നിങ്ങൾ കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ഗുണങ്ങൾ എന്തെല്ലാം. അവർക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അറിയാൻ പറ്റും, കീടരോഗബാധ മുന്നറിയിപ്പുകൾ അറിയാൻ പറ്റും, കൃഷി സംബന്ധിയായ വിദഗ്ധ ഉപദേശങ്ങൾ കിട്ടാൻ പറ്റും, വിപണിയുടെ നിലവാരം അറിയാൻ പറ്റും, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകൾ ഇവർക്ക് കർഷകർക്ക് ഉണ്ടെന്നാണ്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്ത് ആർജിക്കും എന്നാണ് പറയുന്നത്. ഇനി
എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് വിലയിരുത്താം എന്നുള്ളഞ്ഞ്. അപ്പോൾ ഈ പാഠത്തിനകത്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി ബാക്കി നോട്ട് എഴുതാഞ്ഞത് ഓക്കെ. കർഷകർക്കുള്ള മൊബൈൽ ആപ്പ് അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇത് പോയിന്റായിട്ട് എഴുതിയെടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത് എന്താ, അഗ്രികൾച്ചർ വിത്ത് നടയിൽ മാത്രമല്ല, ആണോ? ഭക്ഷ്യവസ്തുക്കൾ നടുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളെ കൃഷി. ഈ പറയുന്ന 7 കാര്യങ്ങൾ 1 2 3 4 5 6 7 കാര്യങ്ങളുടെ പേരൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ ഭൗമസൂചിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത അനുസരിച്ച് നമ്മൾ എന്ത് കൃഷിയാണോ ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത അനുസരിച്ച് അവയുടെ രുചിയും നിറവും മണവും ഒക്കെ വ്യത്യാസപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാരും അതങ്ങ് എഴുതണേ കുഞ്ഞുങ്ങളെ. പിന്നെ മാർക്കറ്റിംഗ് അത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇന്നിപ്പോൾ വിത്ത് ഇറക്കുന്നോ വിളവെടുക്കുന്നിടം വരെയുള്ള എല്ലാം നമ്മൾ ലൈവായിട്ടില്ലേ ഇന്നത്തെ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. ഏതാ, സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് 4 എണ്ണവും ബോക്സിൽ തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്തില്ല കുഞ്ഞുങ്ങളെ. കാരണം ഓൾറെഡി ഇതെല്ലാം ഉണ്ട്. മലയാളംകാർ മലയാളം എഴുതിയെടുക്കുക, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കുക. സംഭവം ഇപ്പം ഞാൻ വായിച്ചപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭൗമസൂചിക പദവി ലഭിച്ച വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇത് കേട്ടോ. ഓരോ 4 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നമുക്ക് അടുത്ത പാഠത്തിൻ്റെ നോട്ട് ഉൾപ്പെടെ ഇംഗ്ലീഷും മലയാളവും നോട്ട്, ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ ആ നോട്ട് എഴുതാഞ്ഞ് ഓൾറെഡി അതിനകത്തുള്ളത് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ വീണ്ടും കാണാം. രണ്ടായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.